യെസ് മക്കളെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 മാത്സിലെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഞാനിങ്ങനെ ക്ലാസ്സസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കമൻസും അതല്ലെങ്കിൽ കുട്ടികളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് കുട്ടികൾ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസൊക്കെ ആദ്യം ഇട്ടോ, നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അങ്ങനെ വെയിറ്റേജ് കണക്കാക്കിയിട്ട് പഠിക്കാൻ നിൽക്കേണ്ട മക്കളെ. കാരണം ഈ വെയിറ്റേജുകളൊക്കെ കാറ്റിപ്പറത്തിക്കൊണ്ടുള്ള രീതിയിലാണ് ചില സമയത്ത് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പോൾ നിങ്ങൾ വെയിറ്റേജ് നോക്കി വെച്ചു, ഈ ചാപ്റ്ററിന് ഇത്രയും മാർക്കിന് ചോദ്യം വരുന്നൊക്കെ കണ്ടിട്ട് ആ ചാപ്റ്റർ നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് പോയി, ആ ചാപ്റ്ററിന് ആകെ 2 മാർക്കിന് ചോദ്യം വന്നത് കയ്യിൽ നിന്ന് പോയില്ലേ, അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും നല്ല വൃത്തിക്ക് പഠിച്ചു പോകാനായിട്ട് നോക്കുക. നമ്മളുടെ ചാനലിൽ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും 1 ഷോട്ട് സീരീസ് റെഡിയാണ്. ഒട്ടുമിക്ക ചാപ്റ്റേഴ്സും ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ മൊത്തം ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നല്ല വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയമുണ്ട്, 2-3 ദിവസം നമ്മുടെ മുന്നിലുണ്ട്. ആ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. സോ നമുക്ക് നേരെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് കിടക്കാം. മക്കളെ, നമ്മൾ എടുക്കുന്ന ക്ലാസ്സസിൻ്റെ ഒക്കെ നോട്ട്സ് നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. CM Academy നിങ്ങൾ ആൻഡ്രോയിഡ് ഡിവൈസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് CM Academy എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മെനുവിൽ നിങ്ങൾക്ക് എന്താ അവൈലബിൾ ആണ്, CM Academyയുടെ ആപ്പ് അവൈലബിൾ ആണ്. മെനുവിൽ പോയിട്ടുണ്ടെങ്കിൽ ഫ്രീ മെറ്റീരിയൽസ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് നോട്ട്സ് എല്ലാം അവൈലബിൾ ആണ്. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ നിങ്ങൾ iOS അല്ലെങ്കിൽ ആപ്പിൾ ഡിവൈസസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ആദ്യം തന്നെ നിങ്ങളോട് ചോദിക്കുക ORG കോഡാണ്. അവിടെ നിങ്ങൾ അടിച്ചു കൊടുക്കേണ്ടത് HGNTIB എന്ന് പറയുന്ന കോഡാണ്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. മെനുവിൽ നിന്ന് ഫ്രീ മെറ്റീരിയൽസിൽ നിങ്ങൾക്ക് വാല്യൂസ് കിട്ടുന്നതായിരിക്കും. സോ നമ്മൾ നേരെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിലേക്ക് കിടക്കുകയാണ്. എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത് ആദ്യം അതിൻ്റെ ഒരു തിയറി പറയും, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പറയും, ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കും. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻസിലൂടെയാണ് തിയറി പറഞ്ഞിട്ട് പോകുന്നത്. കാരണം ഇതിൽ എക്സാമ്പിൾ വെച്ചാലേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുള്ളൂ. കാര്യം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാമ്പിളും കൂടെ പറയണം. അപ്പോൾ എക്സാമ്പിളും കൂടെ പറയണമെന്നുണ്ടെങ്കിൽ അതിലാറ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നതല്ലേ. ഓക്കെ ആണല്ലോ. സോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കിയാടാ, ഇഫ് A is equal to 2, 3 and B is equal to 3, 4, 5 then show that A cross B not is equal to B cross A. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? A cross B എങ്ങനെയാണ് കണ്ടുപിടിക്കല്, B cross A എങ്ങനെയാണ് കണ്ടുപിടിക്കല്, A cross B നോട്ട് ഈക്വൽ ടു B cross A ആണ് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ മക്കളെ. പലരും റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് വലിയ സംഭവമാണെന്ന് കരുതിയിട്ട് നിൽക്കുകയാണ്. അത്രയൊന്നുമില്ല, സിമ്പിൾ പരിപാടിയാണ്. ആ കൂടെ 3-4 ടൈപ്പ് ചോദ്യം ഇതിൽ വരുള്ളൂ. അപ്പോൾ വെറുതെ ഒഴിവാക്കിയിട്ട് കയ്യിൽ നിന്ന് പോകാനായിട്ട് നിൽക്കണ്ട, സിമ്പിളായിട്ട് പഠിച്ചു വെച്ചോ. ഒഴിവാക്കാൻ വേണ്ടിയാണ് നിൽക്കുന്ന നിങ്ങളെ ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുത്തിട്ട് കണ്ടിട്ട് റെഡിയാക്കി വെക്കാൻ പറഞ്ഞേക്കണേ. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് A cross B കണ്ടുപിടിക്കൽ. മക്കളെ, A cross B കണ്ടുപിടിക്കാനുള്ള പരിപാടി ഞാൻ പറഞ്ഞുതരാം. നമ്മളെ സെറ്റിൻ്റെ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഓരോ ഓടയുടെ പെയറായിട്ടാണ് എഴുതി കൊടുക്കുക. പെയർ 2 പേര് കൂട്ടിയിട്ടാണ് എഴുതി കൊടുക്കുക. അപ്പോൾ A cross B എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ Aയിലുള്ള ആളെയാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അത് കഴിഞ്ഞിട്ട് Bയിലുള്ള ആളെ എഴുതി കൊടുക്കുക. എങ്ങനെയൊക്കെയാണ്? ആദ്യം 2ഉം 3ഉം കൂടെ എഴുതി കൊടുക്കുക. പിന്നെയോ 2ഉം 4ഉം, പിന്നെയോ 2ഉം 5 എഴുതി കൊടുക്കുക. ഓക്കെ അല്ലേ? പിന്നെ 3ഉം 3 എഴുതി കൊടുക്കുക, 3ഉം 4 എഴുതി കൊടുക്കുക, 3ഉം 5 എഴുതി കൊടുക്കുക. അത്രയുള്ള പരിപാടി. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് നമ്പർ ഓഫ് ക്രോസ് പ്രോഡക്റ്റ് എത്രയാണ്, A cross B ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ പരിപാടി. Aയിൽ എത്ര എലമെന്റ് ഉണ്ട്? 2 എലമെന്റ്. Bയിൽ എത്ര എലമെന്റ് ഉണ്ട്? 3 എലമെന്റ്. രണ്ടും കൂടെ ഗുണിച്ചാൽ എത്ര കിട്ടിയ? 6. അപ്പോൾ 6 എലമെന്റ്സ് ഉണ്ടാവും. അപ്പോൾ A cross Bയിൽ ക്രോസ് പ്രോഡക്റ്റിൽ എത്ര എലമെന്റ് ഉണ്ടാവും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ സെറ്റിലുള്ള എലമെന്റ് എത്രയാണോ ഇൻറ്റു രണ്ടാമത്തെ സെറ്റിലുള്ള എലമെന്റ്, നമ്പർ ഓഫ് A ഇൻറ്റു നമ്പർ ഓഫ് B ആയിരിക്കും നമ്പർ ഓഫ് A cross B എന്ന് പറയുന്നത്. ഇങ്ങോട്ട് നോക്കിയാടാ, നമ്പർ ഓഫ് A cross B എന്ന് പറയുന്നത് ഈക്വൽ ടു നമ്പർ ഓഫ് A ഇൻറ്റു നമ്പർ ഓഫ് B ആണ്. കിട്ടിയാലോ? ഞാൻ ഇക്വേഷൻസ് ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിലാണ് എഴുതി പോവുക. ആ സമയത്ത് തന്നെ പഠിച്ച് മുന്നോട്ട് പോയിക്കോ. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഏതാണ്? A cross B അല്ല, കഴിഞ്ഞു. A cross B കഴിഞ്ഞു. ഇനി അതാ കണ്ടുപിടിക്കാനുള്ളത്. B cross A ആണ് കണ്ടുപിടിക്കാനുള്ളത്. നോക്കിയാടാ, B cross A എങ്ങനെയാണ്? B cross A എഴുതുന്ന സമയത്ത് ആരെയാണ് ആദ്യം എഴുതേണ്ടത്? Bനെയാണ് ആദ്യം എഴുതേണ്ടത്. അപ്പോൾ ഇയാൾ ആദ്യം എഴുതി കൊടുക്കണം. 3 എഴുതി കൊടുത്തു. സോറി, 3 അല്ല, 3. ആദ്യം ഇവർ 2 പേര് എഴുതി കൊടുത്തു. പിന്നെ ഇവർ 2 പേര് എഴുതി കൊടുത്തു. 3ന്റെ കോട്ട തീർന്നല്ലോ, തീർന്നു. ഇനി ആരുടെ കോട്ടയാ? 4ന്റെ കോട്ട. 4 2 4 3. പിന്നെയോ 5 2 5 3. ഇത്രയുള്ള പരിപാടി. സിമ്പിൾ അല്ലേ? 2 പേരും സെയിം ആണോടാ? അല്ല. അപ്പോൾ A cross B ഈക്വൽ ടു B cross A ആണോ? അല്ല. സോ നമുക്ക് നേരെ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റിൽ എന്താ പറയുന്നത്? A ഈക്വൽ ടു -1 1 ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് കാണണം? A cross A കണ്ടുപിടിക്കണം. എന്താണടാ? A cross A. 2 ആണോ? അല്ല, 3 ഉണ്ട്. അപ്പോൾ നമുക്ക് ഓടയുടെ പേരാണോ ഉണ്ടാവുക? അല്ല, ട്രിപ്ലെറ്റ് ആണ് ഉണ്ടാവുക. 3 ആൾക്കാരുണ്ടാവും. സെറ്റാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആദ്യം ഇയാളും എഴുതി വെച്ചു, ഇയാളും കൂടി എഴുതി വെച്ചു. എല്ലാത്തിൻ്റെയും ഫസ്റ്റത്തെ ആൾക്കാരെടുത്തു. സെറ്റാണല്ലോ. പിന്നെ എടുക്കാൻ പോകുന്ന ആളെ നോക്കിക്കോ. ഇവർ 2 പേരും എടുത്തു. പിന്നെ ഇവിടുത്തെ രണ്ടാമത്തെ ആളെടുത്തു. അങ്ങനെ എഴുതി കൂടെ? എഴുതാൻ പറ്റും. പിന്നെയോ നേരെ ഇയാളും എടുത്തു, ഇവിടുത്തെ ഫസ്റ്റത്തെ ആളും എടുത്തു. പിന്നെയോ ഇയാളും എടുത്തു, ഇവിടുത്തെ രണ്ടാമത്തെ ആളും എടുത്തു.
സെറ്റല്ലേ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ എത്ര ക്രോസ് പ്രോഡക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ഉണ്ടാവും എന്ന് കണ്ടുപിടിക്കാൻ ഒരു മാർഗ്ഗം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇതിലെത്ര ആളുണ്ട്? 2 പേര്. ഇതിലെത്ര ആളുണ്ട്? 2 പേര്. ഇതിലെത്ര ആളുണ്ട്? 2 പേര്. അപ്പോൾ നമ്പർ ഓഫ് എ ക്രോസ് ബി എ ക്രോസ് എ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 × 2 × 2 ആയിരിക്കും. അതെത്രയാ? 8 എലമെന്റ് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ അപ്പുറത്തേക്ക് പോകാൻ പാടുള്ളൂ. ഓക്കെ, ഒരു ഓർഡറിൽ എഴുതി പോയിക്കൊണ്ടു. അതല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പോകും. 7 കഴിഞ്ഞിട്ടുണ്ടാവും. 8ാമത്തെ ഏതാണെന്നുള്ളത് എങ്ങനെ ഇരുന്ന് ആലോചിച്ചാലും കിട്ടില്ല. സോ ഒരു ഓർഡറിൽ എഴുതി പോകാം. ഞാനിപ്പോൾ ഈ കാണിച്ചെന്നുള്ളൊരു ഓർഡർ, ആ ഓർഡറിൽ എഴുതി പോകാനായിട്ട് നിങ്ങൾ മനഃപൂർവ്വം ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോവുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ ഇഫ് x/2, y/3 + 1 = 2, 1/2. 2 ഓർഡേർഡ് പെയേഴ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ മക്കളെ, 2 ഓർഡേർഡ് പെയേഴ്സ് ഈക്വൽ ആണെങ്കിൽ, ഇവരെയാണ് ഓർഡേർഡ് പെയേഴ്സ് എന്ന് പറയാം, കാരണം 2 ആക്കിയിട്ടല്ലേ എഴുതി വെച്ചിട്ടുള്ളത്. 2 പേര് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഫസ്റ്റത്തെ എലമെൻറ്റ് രണ്ടാമത്തേൻ്റെ ഫസ്റ്റത്തെ എലമെൻറ്റ് ഇവർ 2 പേരും ഈക്വൽ ആയിരിക്കും. അതേപോലെ ഇവർ 2 പേരും ഈക്വൽ ആയിരിക്കും. സോറി ഞാൻ വരച്ചെടുത്ത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഫസ്റ്റത്തെ ആൾ എന്ന് പറയുന്നത് ഇവിടെ ആരാടാ? ഇയാളല്ലടാ ഫസ്റ്റത്തെ ആൾ. ഇവിടെ ഇയാളും അതുപോലെ ഇയാളും ഈക്വൽ ആയിരിക്കും. രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് ഇവിടെ അല്ല, ഇയാളല്ല, ഇയാളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ആരെ എഴുതി വെച്ചിട്ടുണ്ട്? x/2 = 2 എന്ന് എഴുതി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 4. നെക്സ്റ്റ് എന്താ? y/3 + 1 = 1/3 ആണ്. അപ്പോൾ ഈ +1നെ അങ്ങോട്ട് പറഞ്ഞയക്കുമ്പോൾ -1 ആയിട്ട് മാറും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? -2/3 എന്ന് കിട്ടി. രണ്ട് സൈഡിലും താഴെ 3 ആണ് കിടക്കുന്നത്. അതുകൊണ്ട് ആ 3യെ 2 കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെ y-ൻ്റെ വാല്യൂ എന്ത് കിട്ടി? -2 എന്ന് കിട്ടി. ഈ രൂപത്തിൽ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. 2 മാർക്കിനായിരിക്കും ചോദിക്കുക. തുടക്കത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കുറച്ചൊന്നും മുകളിലേക്ക് പൊന്തിക്കാം അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയണത്? A = 1, 2, 3, B = 1, 4. Then the number of subset of A cross B is നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. എ ക്രോസ് ബിന്റെ നമ്പർ ഓഫ് സബ്സെറ്റ് കണ്ടുപിടിക്കാനാ. എ ക്രോസ് ബിയിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇതിൽ 3 ആളാണുള്ളത്, ഇവിടെ 2 പേരാണുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3 × 2 ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി, അപ്പോൾ അവിടെ നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്. നമ്പർ ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത് നമ്പർ ഓഫ് എ × നമ്പർ ഓഫ് ബി ആണ്. അത് നമുക്ക് 6 എന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സബ്സെറ്റ് എന്ന് പറയുന്നത് 2 ഈ സാധനമായിരിക്കും. അതായത് നമ്പർ ഓഫ് എ × നമ്പർ ഓഫ് ബി ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്പർ ഓഫ് സബ്സെറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആയിട്ട് എഴുതി വെച്ചോ. എന്താണ്? 2 നമ്പർ ഓഫ് എ ക്രോസ് ബി. നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് എഴുതി കൊടുക്കാം? 2 നമ്പർ ഓഫ് എ ക്രോസ് ബി. അങ്ങനെ 2 6 കിട്ടും. 2 6 എന്ന് പറഞ്ഞാൽ 2, 4, 8, 16, 32, 64 എന്ന് നമുക്ക് 64 ആൻസർ കിട്ടുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം എന്താ പറഞ്ഞിട്ടുള്ളത്? അടുത്ത ചോദ്യം ഇങ്ങോട്ട് നോക്കിയാൽ നേരത്തെ ചെയ്ത അതേ പരിപാടി തന്നെ. 2 ഓർഡേർഡ് പെയേഴ്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റത്തെ ആൾ ഇയാളാണ്. ഇയാൾ ഇതിന് ഈക്വൽ ആയിരിക്കും? ഇതിന് ഈക്വൽ ആയിരിക്കും. സോറി ഇയാൾ ഇതിന് ഈക്വൽ ആയിരിക്കും. പിന്നെ ഈ ചങ്ങായി എന്തിന് ഈക്വൽ ആയിരിക്കും? ഇതിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ 2 പേരും കൂടെ ഈക്വൽ ആയിട്ട് ഇട്ട് കൊടുത്തു. x/3 + 1 = -2/3 എന്ന് എഴുതി കൊടുത്തു. ഈ +1നെ അങ്ങോട്ട് പറഞ്ഞയച്ചു. അങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്ത് സിമ്പിളല്ലേ പരിപാടി? നിങ്ങൾക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ ചെയ്ത് നമുക്ക് എക്സ് വാല്യൂ എന്ത് കിട്ടിയിട്ടുണ്ട്? -5 കിട്ടിയിട്ടുണ്ട്. ഒരാളുടെ വാല്യൂ കൂടെ കിട്ടാനുണ്ട്. ആരുടെ വാല്യൂ ആണ്? y-ൻ്റെ വാല്യൂ ആണ്. സോ y = -2/3 ആണ്. ആ 2/3നെ അങ്ങോട്ട് പറഞ്ഞയക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് തന്നെ ന്യൂമറേറ്റർ ആഡ് ചെയ്ത് കൊടുത്തു. y-ൻ്റെ വാല്യൂ എന്ത് കിട്ടി? 4/3 എന്ന ആൻസർ കിട്ടിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളതാ? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈക്വൽ ടു. ഈ തന്നിട്ടുള്ള സാധനത്തിൻ്റെ ഇൻ്റർവെൽ റെപ്രസെൻറ്റേഷനാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണടാ ഇൻ്റർവെൽ റെപ്രസെൻറ്റേഷൻ? അതെങ്ങനെയാണ് കണ്ടുപിടിക്കൽ? സിമ്പിളായിട്ടുള്ള പരിപാടി ഞാൻ പറഞ്ഞുതരാം. കേട്ടോ? ഓക്കെ, ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ? ഈക്വൽ ടു ഇങ്ങനെ ഒരു വര ഉണ്ടല്ലോ. അപ്പോൾ 5ൻ്റെ കൂടെ നിങ്ങൾ ഏത് വരെയാണ് ഇട്ട് കൊടുക്കേണ്ടത്? ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ വര കണ്ടിട്ടുണ്ടെങ്കിൽ 5 എടുക്കുക. ഈ വര ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഈ വര ഇല്ലെങ്കിലോ, വെറും ലെസ് ദാൻ ആണെങ്കിലോ, ആ നമ്പർ അതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നടുവിൽ പോകാൻ ഇടുക. സാധാരണ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. ഇയാളെയാണ് നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റ് എന്ന് പേര് വിളിക്കുക. ഇയാൾ എന്ത് പേര് വിളിക്കും? ഓപ്പൺ ബ്രാക്കറ്റ്. കാരണം ഓ വളഞ്ഞിട്ടാണല്ലോ ഉള്ളത്, ഓപ്പൺ ബ്രാക്കറ്റ്. ഇയാളുടെ പേര് എന്താണ്? ക്ലോസ്ഡ് ബ്രാക്കറ്റ്. അപ്പോൾ ഇയാൾ വളഞ്ഞിട്ടാണല്ലോ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. ഇയാൾ ക്ലോസ്ഡ് ബ്രാക്കറ്റ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അയാൾ ക്ലോസ്ഡ് ബ്രാക്കറ്റും ഇയാളെ ഓപ്പൺ ബ്രാക്കറ്റ് എന്ന് പേര് വിളിക്കും. ആലോചിക്കേണ്ട പരിപാടി ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഈക്വൽ ടുവിന് എങ്ങനെ വരണ്ടെങ്കിൽ ഇങ്ങനെ വരാനുള്ള ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള സാധനം ഇതിൽ ഏതാണ്? ഇയാളാണ്. സോ ഇയാളാണ് ആൻസർ. സിമ്പിൾ അല്ലേ പരിപാടി? ഓക്കെ. അപ്പോൾ സെറ്റ് ബിൽഡർ ഫോമിൽ നമുക്കൊരു സാധനം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഇൻ്റർവെൽ ആക്കിയിട്ട് എഴുതുന്ന പരിപാടിയാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു റിലേഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ലെറ്റ് എ ഇസ് ഈക്വൽ ടു എന്താ പറഞ്ഞിട്ടുള്ളത്? എ ഈക്വൽ ടു 1, 2, 3, 4, 5, 6 ഏത് വരെയുണ്ട്? 14 വരെയുണ്ട്. ഡിഫൈൻ എ റിലേഷൻ ഫ്രം എ ടു എ. എവിടുന്ന് എങ്ങോട്ടാണ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളത്? എന്ന് എക്ക് തന്നെയാണ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളത്.
സെറ്റ് അല്ലേ? എ എന്ന് എക്ക് തന്നെ ഉണ്ടാക്കണം. എന്താ റിലേഷൻ തന്നിട്ടുള്ളത്? എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു 2x മൈനസ് വൈ ഇസ് ഈക്വൽ ടു 0. 2x എന്ന് വൈ കുറച്ചിട്ടുണ്ടെങ്കിൽ 0 ആയിരിക്കണം. എക്സും വൈയും ഏത് തന്നെയാണ്? നമ്മളുടെ ഈ പറയപ്പെട്ട നമ്പർ തന്നെ എടുക്കും വേണം. എ എന്ന് പറയുന്ന സെറ്റ് തന്നെ എടുക്കും വേണം. റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എന്താ പറഞ്ഞത്? റൈറ്റ് ആർ ഇൻ റോസ്റ്റർ ഫോം. എന്താണ് ഈ റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ? ഓരോ നമ്പറും നുള്ളി പൊറുക്കി എഴുതുന്ന പരിപാടിക്കാണ് റോസ്റ്റർ ഫോം എന്ന് പറയാം. നമ്മൾ റോസ്റ്റ് ചെയ്തിട്ട് കടല കഴിക്കുമല്ലോ, ഓരോന്ന് നുള്ളി പൊറുക്കിയിട്ടല്ലേ കഴിക്കുക. അപ്പോൾ ഓരോ എലമെന്റിനെയും നുള്ളി പൊറുക്കി എഴുതി വെച്ചതിനെയാണ് നമ്മൾ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. റെഡി ആണല്ലോ? അപ്പോൾ എങ്ങനെയാണ് ആ റോസ്റ്റർ ഫോം കണ്ടുപിടിക്കുക? നമ്മൾ ഈ ഇക്വേഷൻ അങ്ങോട്ട് പിടിച്ചെടുത്തു. എന്താ ഇക്വേഷന്? 2x മൈനസ് വൈ ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ വൈൻ്റെ വാല്യൂ എന്തായിരിക്കും? 2x ആയിരിക്കും. സെറ്റ് അല്ലേടാ? നമ്മൾ നേരെ എക്സിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ വൈൻ്റെ വാല്യൂ എന്തായിരിക്കും? 2 ആയിരിക്കും. എക്സിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ അപ്പോൾ എന്തായിരിക്കും? വൈ 4 ആയിരിക്കും. എക്സിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ 6 ആയിരിക്കും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 7 ആണെങ്കിലോ 14 ആയിരിക്കും. എക്സിൻ്റെ വാല്യൂ 8 ആണെങ്കിൽ വൈൻ്റെ വാല്യൂ എന്തായിരിക്കും വരിക? 16 ആയിരിക്കും വരിക. 16 നമ്മുടെ ഏലുണ്ടോ? ഇല്ല. എക്സും വൈയും ഏലുള്ളതാണെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ പറ്റുമോ? പറ്റൂല. അപ്പോൾ ഇത്രയും ആളുകളെ മാത്രമേ പറ്റുള്ളൂ. റെഡി ആണല്ലോ? സോ നമുക്ക് നേരെ ഓർഡേഡ് പെയർ ആയിട്ട് അവർ എഴുതി കൊടുക്കാം. അങ്ങോട്ട് നോക്കിയേ. എക്സിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ വൈൻ്റെ വാല്യൂ 2, 2 ആണെങ്കിൽ 4, 3 6, 4 8, 5 10, 6 12, 7 14, 8 16 പറ്റുമോ? പറ്റൂല. കാരണം എന്താ? വൈയും ഏത് സെറ്റിലുള്ളതാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്? എ എന്ന് പറഞ്ഞ സെറ്റിലുള്ളതാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പറ്റൂല. ഇങ്ങോട്ട് നോക്കിയേ. ഇതാണ് അതിൻ്റെ ഒരു ഡയഗ്രാം നമ്മളിവിടെ വരച്ചു വെച്ചിട്ടുള്ളത്. ഓക്കെ, ഈ സൈഡിൽ നമുക്ക് എന്തുണ്ട്? 1 to 16 ഉണ്ട്, 14 ഉണ്ട്. ഇവിടെ നമുക്ക് എന്തുണ്ട്? 1 to 14 ഉണ്ട്. ഇങ്ങോട്ട് നോക്കിയടാ, ഈ സൈഡിൽ കാണുന്ന ആളുകളെ, ഈ ആളുകളെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് കോഡൊമൈൻ. എന്താണ് പേര് വിളിക്കുക? കോഡൊമൈൻ. അപ്പുറത്ത് കിടക്കുന്ന ആൾ, അതായത് ഈ രണ്ടാമത്തെ സെറ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കോഡൊമൈൻ. ഇവിടെ ഉള്ള എല്ലാ ആൾക്കാരും നമ്മൾ 1 ഇവിടെ എടുത്തിട്ടുണ്ടോ? 1ലേക്ക് റിലേഷൻ ഉണ്ടോ? ഇല്ല. റിലേഷൻ ഉണ്ടോ ഇല്ല എന്നുള്ളത് അവിടെ വിഷയമല്ല. മൂപ്പര് എന്ത് പേര് വിളിക്കും? കോഡൊമൈൻ എന്ന് പേര് വിളിക്കും. സെറ്റാണല്ലോ? ഇതിനെയാണ് കോഡൊമൈൻ എന്ന് വിളിക്കുക. ഇനി ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ആരാ? ഇവിടുന്ന് റിലേഷൻ ഉള്ള ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൊമൈൻ. ആർക്കൊക്കെ റിലേഷൻ ഉണ്ട്? 1 2 3 4 5 6 7 ഇത്രയും ആൾക്കാർക്കെല്ലാം റിലേഷൻ ഉള്ളൂ. അവരെ നമ്മൾ എന്ത് പേര് വിളിക്കും? ഡൊമൈൻ എന്ന് പേര് വിളിക്കും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് റിലേഷൻ ഉള്ള ആളുകളുണ്ടല്ലോ, ആരൊക്കെ അവിടെ? 2 4 6 8 10 12 14 അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേഞ്ച്. അതായത് ഇതിൽ എഴുതിയിട്ടുള്ള ഫസ്റ്റത്തെ ആളെ നമ്മൾ എന്ത് പേര് വിളിക്കും? ഡൊമൈൻ എന്ന് പേര് വിളിക്കും. രണ്ടാമത്തെ ആളെ നമ്മൾ എന്ത് പേര് വിളിക്കും? റേഞ്ച് എന്ന് പേര് വിളിക്കും. സെറ്റാണല്ലോ? സോ ഡൊമൈൻ ഇവിടെ എന്താ വരുന്നത്? 1 2 3 4 5 6 7 ആണ്. കോഡൊമൈൻ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റ് മൊത്തത്തിലുണ്ട്. റേഞ്ച് എന്ന് പറഞ്ഞാലോ 2 4 6 8 10 12 14 ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇഫ് എ ഇസ് ഈക്വൽ ടു 2 3, ബി ഈക്വൽ ടു 1 3 5, then the number of relations from A to B. നമ്പർ ഓഫ് റിലേഷൻസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ. നമ്പർ ഓഫ് സബ്സെറ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. എന്താണ്? 2 റൈസ് ടു എ ക്രോസ് ബി, നമ്പർ ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സെയിം പരിപാടി തന്നെയാണ് റിലേഷനിലും വരുന്നത്. നമ്പർ ഓഫ് റിലേഷനും എന്ത് തന്നെയാണ്? 2 റൈസ് ടു എ ക്രോസ് ബി തന്നെയാണ് വരുന്നത്. നമ്പർ ഓഫ് എ ക്രോസ് ബി തന്നെയാണ് വരുന്നത്. അത്രയാണ് 2 റൈസ് ടു 6. കാരണം ഇവിടെ 2 പേരുണ്ട്, ഇവിടെ എത്ര പേരുണ്ട്? 3 പേരുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത് 6 ആയിരിക്കും. അപ്പോൾ 2 റൈസ് ടു 6 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ നമ്പർ ഓഫ് സബ്സെറ്റും നമ്പർ ഓഫ് റിലേഷനും സെയിം തന്നെയാണ്. അടുത്തെന്താ പറഞ്ഞിട്ടുള്ളത്? ഡിഫൈൻ എ സിഗ്നം ഫംഗ്ഷൻ, റൈറ്റ് ഇറ്റ്സ് ഡൊമൈൻ ആൻഡ് റേഞ്ച്, ആൾസോ ഡ്രോ ഇറ്റ്സ് ഗ്രാഫ്. ഈ ചാപ്റ്ററിൽ നമുക്ക് കുറച്ചധികം ഗ്രാഫുകളെ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഈ തന്നിട്ടുള്ള ആളാണ് ആരെന്ന് പറയുന്നത്? സിഗ്നം ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് ഇവിടെ വരച്ചു കൊടുത്തിട്ടുള്ളത്. റെഡി ആണല്ലോ? സിഗ്നം ഫംഗ്ഷൻ്റെ റിലേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ ഫംഗ്ഷൻ എഫ് ആർ ടു ആർ. എവിടെ നിന്നാണ്? റിയൽ നമ്പറിനൊക്കെ തന്നെയാണ് ഫംഗ്ഷൻ വരുന്നത്. കണ്ടീഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് 1 ആയിരിക്കും എപ്പോൾ എക്സിൻ്റെ വാല്യൂ 0നേക്കാൾ വലുതാണെങ്കിൽ. 0 ആയിരിക്കും എപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ. -1 ആയിരിക്കും എപ്പോൾ എക്സിൻ്റെ വാല്യൂ 0നേക്കാൾ ചെറുതാണെങ്കിൽ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എന്ന് മാത്രമല്ല ഇട്ടിട്ടുള്ളൂ. എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെയ്യേണ്ട പ്രത്യേകം കാര്യം, എക്സ് ഗ്രേറ്റർ ദാൻ 0 പറഞ്ഞാൽ അങ്ങോട്ടുള്ള സാധനങ്ങളല്ലേ, അങ്ങോട്ടുള്ള സാധനങ്ങൾ എന്തായിരിക്കും എന്നാണ് പറഞ്ഞത്? 1 ആയിരിക്കും എന്നാണ് പറഞ്ഞത്. 1 എന്ന് പറയുന്നത് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആളാണ് വൈ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആളാരടാ? വൈ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമ്മൾ ഏതിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക? വൈ ആക്സിസിലാണ് റെപ്രസെൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ എക്സിൻ്റെ വാല്യൂ അത് നമ്മൾ എക്സ് ആക്സിസിൽ റെപ്രസെൻറ്റ് ചെയ്ത് കൊടുക്കും. സോ എക്സിൻ്റെ വാല്യൂ 0നേക്കാൾ വലുത് ഏതുവാണെങ്കിൽ, ഈ 0ൻ്റെ അപ്പുറത്തുള്ള ഏത് വാല്യൂ ആണെങ്കിലും വൈൻ്റെ വാല്യൂ എന്താണെന്നാണ് പറഞ്ഞത്? 1 ആണെന്നാണ് പറഞ്ഞത്. സോ നമ്മൾ നേരെ ഇങ്ങനെ വരച്ചു കൊടുത്തു. ഏത് വാല്യൂ, ഇവിടുന്ന് ഏത് വാല്യൂ ആണെങ്കിലും വൈൻ്റെ വാല്യൂ തന്നെ ആയിരിക്കും, വൈ തന്നെ ആയിരിക്കും. അതായത് 1 ആണെങ്കിൽ വൈ എത്ര ആയിരിക്കും? 1. എക്സിൻ്റെ വാല്യൂ 2 ആണെങ്കിലോ വൈ 1 തന്നെ. എക്സിൻ്റെ വാല്യൂ 3 ആണെങ്കിലോ വൈ 1 തന്നെ. എക്സിൻ്റെ വാല്യൂ 100 ആണെങ്കിലോ വൈ 1 തന്നെ. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഗ്രേറ്റർ ദാൻ മാത്രമേ ഉള്ളൂ, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഇല്ല. ഗ്രേറ്റർ ദാൻ മാത്രമാണെങ്കിൽ നമ്മൾ ഗ്രാഫിൽ ഇങ്ങനെ ഒരു ഹോളോ സർക്കിളാണ് ഇട്ട് കൊടുക്കുക. നടു എന്ത് ചെയ്യാൻ പാടില്ല? ഫില്ല് ചെയ്യാൻ പാടില്ല. ഈക്വൽ ടു ഉണ്ടെങ്കിലോ ഫില്ല് ചെയ്യാം. അതായത് ആ പോയിന്റും ഇൻക്ലൂഡഡ് ആണ് എന്നാണ് അവിടെ അർത്ഥം. ഇവിടെ ഇൻക്ലൂഡഡ് ആണോ? അല്ല, കാരണം ഗ്രേറ്റർ ദാൻ എന്നാണ് പറഞ്ഞത്. 0ക്ക് സെപ്പറേറ്റ് ആളുണ്ട്. ആരാണ്? എക്സിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ വൈൻ്റെ വാല്യൂ 0 ആണ്. അതായത് ഇവിടെ ഇങ്ങനെ ഒരു സാധനം നല്ല റൗണ്ട് ആയിട്ട് ഇട്ട് കൊടുക്കണം. കാരണം എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ വൈൻ്റെ വാല്യൂ തന്നെയാണ് 0 തന്നെയാണ്. ഇനി അടുത്തെന്താ പറഞ്ഞിട്ടുള്ളത്? എക്സിൻ്റെ വാല്യൂ 0നേക്കാൾ ചെറുതാണെങ്കിലോ
എക്സിൻ്റെ വാല്യൂ 0നേക്കാൾ ചെറുത്, അതായത് -1 ആണെങ്കിൽ ആൻസർ എന്താണ്? വൈൻ്റെ വാല്യൂ -1, എക്സിൻ്റെ വാല്യൂ -2 ആണെങ്കിലോ ആൻസർ -1. അപ്പോൾ ഇങ്ങനെയായിരിക്കും സാധനം പോകുന്നുണ്ടാവുക. റെഡിയാണല്ലോ. ഇനി ഒരു ഗ്രാഫ് തന്നിട്ട് അതിൻ്റെ ഡൊമൈനും റേഞ്ചും എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതിൽ എക്സിൻ്റെ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? ഡൊമൈന്. ഇവിടെ എക്സിനെ നമുക്ക് എന്തൊക്കെ വാല്യൂ കൊടുക്കാൻ പറ്റും? നെഗറ്റീവ് നമ്പർ കൊടുക്കാൻ പറ്റില്ലേ? പറ്റും. 0 കൊടുക്കാൻ പറ്റില്ലേ? പറ്റും. പോസിറ്റീവ് നമ്പർ കൊടുക്കാൻ പറ്റില്ലേ? ഈ പറയപ്പെട്ട എല്ലാ ആളുകളെയും കൂട്ടിയിട്ട് നമ്മൾ പറയുന്ന പേരെന്താ? റിയൽ നമ്പർ എന്നല്ലേ? അപ്പോൾ നമ്മൾ ഡൊമൈൻ എഴുതി വെച്ചു റിയൽ നമ്പർ. ഇനി റേഞ്ചാണ് എഴുതേണ്ടത്. റേഞ്ച് എന്ന് പറയുന്നത് വൈ ആക്സിസിലുള്ള പോയിന്റുകളെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ വൈൻ്റെ വാല്യൂ ഏതൊക്കെ വരുന്നുള്ളൂ? ഒന്നെങ്കിൽ 1 വരും, അല്ലെങ്കിൽ -1 വരും, അല്ലെങ്കിൽ 0 വരും. ഈ 3 ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ റേഞ്ച് ചെയ്ത് വെച്ചു 1, 0, 1 അല്ല -1, 0, 1 എന്ന് എഴുതി കൊടുത്തു. സിമ്പിൾ അല്ലേ? ഇനി വേറെയും കുറച്ച് ഫംഗ്ഷനും കൂടെ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആരാടാ? ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഐഡന്റിറ്റി ഫംഗ്ഷൻ്റെ ഇക്വേഷൻ ഇതാണ്. f(x) എന്താണ്? x ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണോ അത് തന്നെയാണ് വൈൻ്റെ വാല്യൂ. എക്സിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ വൈൻ്റെ വാല്യൂ 1, എക്സിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ വൈൻ്റെ വാല്യൂ 2, എക്സിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ വൈൻ്റെ വാല്യൂ 0, എക്സിൻ്റെ വാല്യൂ -1 ആണെങ്കിൽ വൈൻ്റെ വാല്യൂ 0, -1. നോക്കിയാടാ, ഇവിടെ എക്സിൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് എന്തൊക്കെ എടുക്കാൻ പറ്റും? മൈനസ് നമ്പർ എടുക്കാൻ പറ്റില്ലേ? നെഗറ്റീവ് നമ്പർ എടുക്കാൻ പറ്റില്ല? പറ്റും. പോസിറ്റീവ് നമ്പർ എടുക്കാൻ പറ്റുമോ? പറ്റും. 0 എടുക്കാൻ പറ്റുമോ? പറ്റും. അപ്പോൾ ഡൊമൈനായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? 6 കൊടുക്കാം. വൈൻ്റെ വാല്യൂ എന്തൊക്കെ വരുന്നുണ്ട്? പോസിറ്റീവ് വരുന്നുണ്ട്, 0 വരുന്നുണ്ട്, നെഗറ്റീവ് വരുന്നുണ്ട്. അപ്പോൾ റേഞ്ച് ആയിട്ട് നമുക്ക് അത് കൊടുക്കാം, 6 എടുക്കാം. ഈ ഡൊമൈനും റേഞ്ചും ഗ്രാഫിൽ നിന്ന് എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പരീക്ഷയ്ക്ക് ഗ്രാഫ് തന്നിട്ട് അതിൻ്റെ ഡൊമൈനും റേഞ്ചും എഴുതാൻ പറയും. അപ്പോൾ ഇത് അറിയണം, അതുകൊണ്ടാണ്. ഓക്കെ, അടുത്തതാണ് മോഡുലസ് ഫംഗ്ഷൻ. മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പരിപാടി? മോഡ് x = എന്താണ് പരിപാടി? എന്താ പരിപാടി? എക്സ് തന്നെ ആയിരിക്കും എപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 വലുതുമാണെങ്കിൽ. ഇനി -x ആണെങ്കിൽ -x ആയിരിക്കും എപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 ചെറുതാണെങ്കിൽ. അപ്പോൾ -1 ആണ് നമ്മൾ ആൻസർ എന്നുണ്ടെങ്കിൽ -1 എക്സിൻ്റെ വാല്യൂ -2 ആണെങ്കിൽ y നമ്മൾ എന്താ എടുക്കുക? -2. അപ്പോൾ എന്തായിട്ട് മാറും? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈൻ വരും, 2 എന്ന് വരും. അപ്പോൾ ഇങ്ങനെയാണ് എന്തിൻ്റെ ഗ്രാഫ് വരുന്നത്? മോഡ് എക്സിൻ്റെ ഗ്രാഫ് വരുന്നത്. ഈ ഗ്രാഫ് നല്ലോണം മനസ്സിൽ കയറ്റി വെച്ചു. പരീക്ഷയ്ക്ക് നിങ്ങളോട് ഗ്രാഫിൻ്റെ ചിത്രം മിക്കവാറും വരയ്ക്കാൻ പറയുക ഈ മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫായിരിക്കും വരയ്ക്കാൻ പറയുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ തരും? എങ്ങനെ തരും? മോഡ് x+1 ഇങ്ങനെ തരും. അതല്ലാന്നുണ്ടെങ്കിൽ മോഡ് x ഇട്ടിട്ട് +1 ഇങ്ങനെ തരും. അതല്ലെങ്കിൽ -1 വരും, അല്ലെങ്കിൽ +1 വരും. ഈ രൂപത്തിലുള്ള ഗ്രാഫിൻ്റെ ചിത്രമായിരിക്കും നിങ്ങളോട് പരീക്ഷയ്ക്ക് മിക്കവാറും വരയ്ക്കാൻ പറയുക. ഗ്രാഫ് വരയ്ക്കാൻ പരീക്ഷയ്ക്ക് പറയാറുണ്ട് ചില സമയത്ത്. റെഡിയാണല്ലോ? ഗ്രാഫ് വരച്ചിട്ട് അതിൻ്റെ ഡൊമൈനും റേഞ്ചും എഴുതാൻ പറയാറുണ്ട്. ഇവിടെ നോക്കിയേ, ഇതിൻ്റെ ഡൊമൈനും റേഞ്ചും പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ഇതിന് എക്സിന് നമുക്ക് ഏതൊക്കെ വാല്യൂസ് കൊടുക്കാം? നെഗറ്റീവ് വാല്യൂസ് കൊടുത്തൂടെ? കാരണം നെഗറ്റീവിലേക്ക് എക്സ് സാധനം പോരുന്നില്ലേ? എക്സിന് ഇങ്ങോട്ട് പോരുന്നുണ്ടല്ലോ? ഉണ്ട്. പോസിറ്റീവിലേക്ക് അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ? ഉണ്ട്. 0 ഉണ്ടല്ലോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതായി ഡൊമൈനായിട്ട് എടുക്കുക? 6 ആണ് ഡൊമൈനായിട്ട് എടുക്കുക. ഓക്കെ ആണല്ലോ? ഇനി നെക്സ്റ്റ് എന്താ? റേഞ്ച്. വൈൻ്റെ വാല്യൂ ഇവിടെ 0 വരുന്നുണ്ട്, 0ൻ്റെ മുകളിലേക്കും വരുന്നുണ്ട്, താഴോട്ട് വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ആര് മാത്രമേ ഇതിലുള്ളൂ? പോസിറ്റീവ് ഇൻഡിജേഴ്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ നോക്കിയേ, പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ ആരും കൂടെ ഉണ്ടടാ? നമ്മുടെ 0യും കൂടെ ഉണ്ട്. പോസിറ്റീവ് പറഞ്ഞാൽ 0 പെടൂലല്ലോ? പെടൂല. അപ്പോൾ 0നെയും കൂടെ അതിൽ യൂണിയൻ ആക്കി വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത്. പോസിറ്റീവ് റിയൽ നമ്പേഴ്സും അതുപോലെ 0യും കൂടെ കൂടിയതാണ് അവിടെ എന്തെന്ന് പറയുന്നത്? പറ. യെസ്, റേഞ്ച് എന്ന് പറയുന്നത്. അടുത്തതാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഡൊമൈനും റേഞ്ചും ജസ്റ്റ് ഈ ചിത്രം ഫിഗർ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി കയറ്റി വെച്ചാൽ മതി. നിങ്ങൾ ഇടങ്ങാറായിട്ട് പഠിച്ചൊന്നും വേണ്ട, അവസാനത്തെ ഒരു സംഭവമായിട്ട് പറഞ്ഞു വെച്ചാൽ മതി. ഇവിടെ ഡൊമൈനായിട്ട് ആരൊക്കെ വരുന്നുണ്ടാ? എക്സിൻ്റെ വാല്യൂസ് ഏത് കൊടുത്തൂടെ? യെസ്. അപ്പോൾ റിയൽ നമ്പർ ആയിട്ട് കൊടുക്കാം. വൈൻ്റെ വാല്യൂ എന്ത് മാത്രമേ വരുന്നുള്ളൂ? 0 വരുന്നുണ്ട്, 1 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, -1, -2, -3. അതിൻ്റെ ഇടയിലുള്ള നമ്പേഴ്സ് വരുന്നുണ്ടോ? ഇല്ല. ഇങ്ങനെയുള്ള നമ്പേഴ്സ് പോസിറ്റീവ് കൗണ്ടിങ് നമ്പേഴ്സും അതുപോലെ നെഗറ്റീവ് നമ്പേഴ്സും 0യും കൂടെ കൂട്ടിയതാണ് ആരെന്ന് പറയുന്നത്? ഇൻറ്റിജർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അടുത്തതാണ് ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f(x) = മോഡ് x+1. അപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങളോട് എന്ത് ചോദിക്കും? ഗ്രാഫ് വരക്കാൻ ചോദിക്കും. അപ്പോൾ എങ്ങനെയാണ് ഗ്രാഫ് വരക്കുക? ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. f(x) = മോഡ് x+1 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. മോഡിൻ്റെ ഉള്ളിലാണ് x+1 കിടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു f(x) എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. f(x) ആണ് ആരെന്ന് പറയുന്നത്? y എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു പെട്ടി വരക്കാം. പെട്ടിയിൽ അറ്റ്ലീസ്റ്റ് എത്ര കോളം വേണം? ഒരു 5 കോളെങ്കിലും വേണം. എത്ര എണ്ണം വേണ്ടടാ? 5 എണ്ണം. നെഗറ്റീവ് എക്സിൻ്റെ വാല്യൂ ആയിട്ട് നിങ്ങൾ -2 മുതൽ അല്ലെങ്കിൽ ഒരു 6 എടുത്തിട്ട് -3 മുതൽ തുടങ്ങാം. മനസ്സിലായോ? അപ്പോൾ ടേബിൾ വരക്കണം നിർബന്ധമൊന്നുമില്ല. എക്സിൻ്റെ വാല്യൂ f(x)ൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. f(x) അല്ലെങ്കിൽ y-ൻ്റെ വാല്യൂ. എക്സിന് നമ്മൾ ഏത് മുതൽ ഏത് വരെയുള്ള വാല്യൂസ് ആണ് കൊടുക്കേണ്ടത്? ഒരു -3 മുതൽ 3 വരെയുള്ള വാല്യൂസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ -2 മുതൽ എടുത്തിട്ടുള്ളൂ. സോ -2, -1, 0, 1, 2, 3 എന്ന് പറഞ്ഞിട്ട് വാല്യൂസ് കൊടുത്തു. ഇവിടെ എക്സിൻ്റെ വാല്യൂ -2 ആണെങ്കിൽ y-ൻ്റെ വാല്യൂ എന്താ വരുന്നത്? -1 ആണ് വരുന്നത്. എക്സിൻ്റെ വാല്യൂ -2 ആവുന്ന സമയത്ത് x -2 ഇതാണ്. എക്സിൻ്റെ വാല്യൂ -2 ആവുന്ന സമയത്ത് y-ൻ്റെ വാല്യൂ -1 ആണ് വരുന്നത്. സോറി, ഇവിടെ മൈനസ് ഇല്ല കേട്ടോ, ഇവിടെ മൈനസ് ഇല്ല, അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ഈ മൈനസ് ഉണ്ടാവില്ല. ഓക്കെ, എന്താ ഉണ്ടാവുള്ളൂ? +1 ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഇങ്ങോട്ട് നോക്കിയാൽ അങ്ങോട്ട് നോക്കി.
ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ -2 ആണെങ്കിൽ വൈൻ്റെ വാല്യൂ എന്താണെന്ന് പറഞ്ഞത് 1 ആണെന്ന് പറഞ്ഞത്. ഇങ്ങോട്ട് നോക്കിയടാ, എക്സിൻ്റെ വാല്യൂ -2 ആവുന്ന സമയത്ത് വൈൻ്റെ വാല്യൂ 1 ആണ്, അപ്പോൾ ഇവിടെ വരും. അടുത്ത എന്താ പറഞ്ഞത്, എക്സിൻ്റെ വാല്യൂ -1 ആവുന്ന സമയത്ത് 0 ആണ്, അപ്പോൾ ഇവിടെ വരും. പിന്നെയോ എക്സിൻ്റെ വാല്യൂ 0 ആവുന്ന സമയത്ത് 1 ആണ്, അപ്പോൾ ഇവിടെ വരും. എക്സിൻ്റെ വാല്യൂ 1 ആവുന്ന സമയത്ത് 2 ആണ്, അപ്പോൾ ഇവിടെ വരും, ഇവിടെയും വരും. ഇങ്ങനെ നമ്മൾ വരച്ചതിന് ശേഷം നേരെ ഇത് അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കുക, ഇങ്ങനെ നീട്ടി കൊടുത്താൽ മതി. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഫംഗ്ഷൻ വരക്കണ പരിപാടി, ഗ്രാഫ് വരക്കണ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നേരെ നമ്മളൊരു ഗ്രാഫ് എടുത്തു, ആ ഗ്രാഫിൽ നമ്മളുടെ പോയിന്റ്സ് എല്ലാം അടയാളപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, എക്സിൻ്റെ വാല്യൂ -2 ആണെങ്കിൽ വൈൻ്റെ വാല്യൂ എത്ര എന്നാണ് പറഞ്ഞത്, 1 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എക്സിൻ്റെ വാല്യൂ -1 ആവുന്ന സമയത്ത് ഇയാളുടെ വാല്യൂ 0 ആണ്, 0 ആവുന്ന സമയത്ത് 1 ആണ്. അപ്പോൾ നമ്മൾ നേരെ ഇത് ഇങ്ങനെ യോജിപ്പിച്ച് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. ഇത്രേ ഉള്ളൂ പരിപാടി, ഗ്രാഫ് വരക്കണ പരിപാടി. സിമ്പിൾ ആണല്ലോ. ഇനി ഇയാളുടെ ഡൊമൈനും റേഞ്ചും എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൊമൈൻ ഇവിടെ എന്താ വരുന്നത്, എക്സിൻ്റെ വാല്യൂസ് ഏത് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ എന്താ ഡൊമൈൻ എന്താ വരിക, റിയൽ നമ്പേഴ്സ്. ഇനി റേഞ്ച് എന്താ വരിക, റേഞ്ച് ഇവിടെ എന്താ വരുന്നത്, ആരൊക്കെയുണ്ട്, പോസിറ്റീവ് റിയൽ നമ്പറും ഉണ്ട്, പിന്നെ പുറമെ ആരും ഉണ്ട്, 0 ഉണ്ട്. റെഡി ആണല്ലോ. അപ്പോൾ പോസിറ്റീവ് ആർ പ്ലസ് യൂണിയൻ എന്ത് 0 ഇങ്ങനെ ഇട്ട് കൊടുക്കാം. സിമ്പിൾ ആണല്ലോ പരിപാടി. സോ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f of x f such that r minus 0 r is defined by f of x equal to 1/x. f of x ന്റെ വാല്യൂ എന്താണ്, 1/x ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. സോ എക്സിൻ്റെ വാല്യൂ -2 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും, 1/-2 ആയിരിക്കും. എക്സിൻ്റെ വാല്യൂ -1 ആണെങ്കിൽ 1/-1 ആയിരിക്കും. എക്സിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ 1/1 ആയിരിക്കും. എക്സിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ 1/2. എക്സിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ 1/3. മക്കളെ മനസ്സിലാക്കി വെക്കുക, ഇങ്ങനെയുള്ള ഗ്രാഫ്, ഈ സാധനത്തിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ ആണല്ലോടാ. ശരി, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റിൽ എന്താ പറയുന്നത്, ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2. എക്സിൻ്റെ വാല്യൂ എന്താണ്, 2 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ, എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആരുടെ വാല്യൂ ആണ്, വൈൻ്റെ വാല്യൂ ആണ്. ആരുടെ വാല്യൂ ആണ്, വൈൻ്റെ വാല്യൂ ആണ്. വൈൻ്റെ വാല്യൂ എന്താണ്, 2 ആണ്. എപ്പോൾ എക്സിൻ്റെ വാല്യൂ 0-നേക്കാൾ വലുതാവുന്ന സമയത്ത്, എക്സിൻ്റെ വാല്യൂ 0-നേക്കാൾ വലുതാവുന്ന സമയത്ത് എന്താണ്, 2 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ വൈൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 ആവുന്ന സമയത്ത് വൈൻ്റെ വാല്യൂ -3 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0-നേക്കാൾ ചെറുതാവുന്ന സമയത്ത്. ഗ്രാഫ് വരക്കാൻ പറഞ്ഞാൽ പിന്നെ അതിൽ കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല, നമ്മളുടെ ഈ ടേബിൾ വരച്ചു കൊടുക്കുക. ടേബിളിൽ നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുത്തു, -2 -1 0 1 2 3 എന്ന് പറഞ്ഞിട്ട്. എക്സിൻ്റെ വാല്യൂ -2 ആണെങ്കിൽ വൈൻ്റെ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും, എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ വൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, -3 ആയിരിക്കും. കാരണം ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, എക്സിൻ്റെ വാല്യൂ 0-നേക്കാൾ വലുതാണെങ്കിൽ 2 ആണ്, 0-നേക്കാൾ ചെറുതാണെങ്കിൽ -3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. -2 എന്ന് പറഞ്ഞാൽ 0-നേക്കാൾ ചെറുതാണല്ലോ. അടുത്തത് -1 ആണ്. -1 എന്ന് പറഞ്ഞാൽ 0-നേക്കാൾ ചെറുതാണ്. അപ്പോൾ നമ്മൾ എന്തായിട്ട് എടുക്കും, -3 ആയിട്ട് എടുക്കും. നെക്സ്റ്റ് എക്സിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ വൈൻ്റെ വാല്യൂ എന്തായിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, 0 ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എക്സിൻ്റെ വാല്യൂ 0-നേക്കാൾ വലുതാണെങ്കിൽ നമ്മൾ എപ്പോഴും എന്തായിട്ട് എടുക്കേണ്ടത്, 2 ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയടാ, 0 ആണെങ്കിൽ 0. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു, 0 അങ്ങനെ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി 0-നേക്കാൾ വലുതാണെങ്കിൽ, അപ്പോൾ അതായത് 0-നേക്കാൾ വലുത് കാരണം ഇങ്ങോട്ടല്ലേ പോവുക. 0-നേക്കാൾ വലുതാണെങ്കിൽ എന്താണെന്നാണ് പറഞ്ഞത്, 2 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈക്വൽ ടു ഉണ്ടോടാ, ഈക്വൽ ടു ഇല്ല. ഈക്വൽ ടു ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ സർക്കിൾ ആയിട്ട് ഇട്ട് കൊടുക്കണം എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലീനിയർ ഇനീക്വാലിറ്റിയിലും ഈ പറഞ്ഞ സാധനം ആവശ്യമാണ്. ഇങ്ങനെ സർക്കിൾ ആയിട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ നേരെ വരച്ചു കൊടുത്തു. കാരണം എന്താ, എക്സിൻ്റെ വാല്യൂ 1 ആകുമ്പോഴും 2 ആകുമ്പോഴും 3 ആകുമ്പോഴും ഒക്കെ വൈൻ്റെ വാല്യൂ തന്നെയാണ്, 2 തന്നെയാണ്. ഇനി എക്സിനേക്കാൾ ചെറുതാണെങ്കിലോ, എക്സിനേക്കാൾ ചെറുതാണെങ്കിൽ ഇവിടെ ഈക്വൽ ടു ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ റൗണ്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്താണെന്ന് പറഞ്ഞത്, -3 ആണെന്ന് പറഞ്ഞു. സോ -3 അടയാളപ്പെടുത്തി കൊടുത്തു. ഈ എക്സിൻ്റെ വാല്യൂ -1 ആവുന്ന സമയത്തും -2 ആവുന്ന സമയത്തും -3 ആവുന്ന സമയത്തും ഒക്കെ എങ്ങനെ തന്നെ പോകുന്നത്, ഇങ്ങോട്ടാണ് പോകുന്നത്. ഏതാണ്, -3 തന്നെയാണ്. അപ്പോൾ അങ്ങനെ നേരെ വരച്ചു കൊടുത്തു. ഇനി നമ്മോട് എന്തും കൂടെ ചോദിച്ചിട്ടുണ്ട്, റൈറ്റ് ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ. ഇയാളുടെ ഡൊമൈനും എഴുതണം, റേഞ്ചും എഴുതണം. ഡൊമൈൻ എന്തായിരിക്കും ഇവിടെ വരിക, ഇവിടെ ഡൊമൈൻ എന്ന് പറയുന്നത് ഏതൊക്കെ കൊടുക്കാൻ പറ്റും, എക്സിൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സും കൊടുക്കാൻ പറ്റും, 0 കൊടുക്കാൻ പറ്റും, പോസിറ്റീവ് നമ്പേഴ്സും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണെടാ, റിയൽ നമ്പർ ആണ്. ഇനി റേഞ്ച് ചോദിച്ചു. റേഞ്ച് എന്ന് ചോദിച്ചാൽ റേഞ്ചിൽ ഏതൊക്കെയാണ് വരുന്നത്, വൈൻ്റെ വാല്യൂ ആയിട്ട് ആര് വരുന്നുണ്ട്, ഇവിടെ ഒരു 2 വരുന്നുണ്ട്, ഇവിടെ ഒരു 0 വരുന്നുണ്ട്, ഇവിടെ ഒരു -3 വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് സെറ്റിൻ്റെ ബ്രാക്കറ്റിൽ ഏതൊക്കെ എഴുതി കൊടുത്താൽ മതി, 2 0 -3. നേരെ തിരിച്ചു എഴുതലാണ് ഭംഗി, കാരണം ചെറുതെന്ന് വലുതൊക്കെ എഴുതി പോകാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെ വരും, -3 അതുപോലെ എന്തുണ്ടാവും, 0 2 ഇങ്ങനെ ഉണ്ടാവും എന്ത്, റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്, ഫൈൻഡ് ദ ഡൊമൈൻ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു. ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് തന്നിട്ടുള്ളത്, ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു, ഡൊമൈൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ആർക്ക് കൊടുക്കുന്ന വാല്യൂ, എക്സിന് കൊടുക്കുന്ന വാല്യൂ. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ഓഫ് എക്സ് ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടുന്നത്. ഇയാളാണ് റേഞ്ച് അല്ലെങ്കിൽ വൈ എന്ന് പറയുന്നത്. ഇതാണ് റേഞ്ച്. ഇവിടെ എക്സിന് കൊടുക്കുന്ന വാല്യൂസ് ആണ് ഡൊമൈൻ എന്ന് പറയുന്നത്. എടാ മക്കളെ, നമുക്കറിയാം നമ്മൾ ഒരു ഫ്രാക്ഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ഫ്രാക്ഷനിൽ ഡിനോമിനേറ്റർ ആയിട്ട് എന്ത് വരാൻ പാടില്ല നമ്മൾ പഠിച്ചിട്ടുണ്ട്, 0 വരാൻ പാടില്ല എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ താഴെ എന്ത് വരാൻ പാടില്ല, ഡിനോമിനേറ്റർ മസ്റ്റ് ബി -0. ഡിനോമിനേറ്റർ എന്തായിരിക്കണം, -0 നമ്പർ ആയിരിക്കണം, നിർബന്ധമല്ലേ. അവിടെ 0 വന്നിട്ടുണ്ടെങ്കിൽ നോട്ടിഫൈഡ് അല്ല, ആൻസർ കിട്ടുമോ, കിട്ടൂല. അപ്പോൾ അവിടെ നോക്കിയടാ, നമ്മുടെ ആ ഇക്വേഷൻ കൊണ്ട് എടുത്തു. താഴെയുള്ള ആൾ ആരെ, x² - 5x + 4 = 0 എന്ന് പറഞ്ഞ ആളെ.
ഇതിൻ്റെ വാല്യൂ എപ്പോഴാണ് 0 ആവുക, എക്സിൻ്റെ വാല്യൂ ഈ ആൻസർ എപ്പോഴാണ് 0 കിട്ടുന്നത് നമ്മൾ കണ്ടുപിടിക്കണം. ഇത് 0 വരാൻ പാടുണ്ടോ? പാടില്ല. അപ്പോൾ ആ 0 കിട്ടുന്ന വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ സോൾവ് ചെയ്യാൻ പോവുകയാണ്. 0 കിട്ടുന്ന സമയത്തുള്ള എക്സിൻ്റെ വാല്യൂസ്, അതായത് ആ ഇക്വേഷൻ സോൾവ് ചെയ്താൽ എക്സിന് എന്താണോ കിട്ടുന്നത് അതാണല്ലോ ആ സാധനം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇയാളെ ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ 2 ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസ് ആയിട്ട് എഴുതി കൊടുത്തു. അതിനെന്തായിരുന്നു പരിപാടി? കൂട്ടിയിട്ടുണ്ടെങ്കിൽ -5ഉം ഗുണിച്ചാൽ 4ഉം കിട്ടുന്ന 2 നമ്പേഴ്സ് നമ്മൾ എടുത്തു. അങ്ങനെ നമ്മൾ എന്ത് എഴുതി കൊടുത്തു? x-4 × x-1 = 0 എന്ന് എഴുതി കൊടുത്തു. ഓക്കെ ആണല്ലോ. x-4 × x-1 = 0 എന്ന് എഴുതി കൊടുത്തു. 2 പേര് മൾട്ടിപ്ലൈ ചെയ്താൽ 0 കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഒന്നെങ്കിൽ ഇയാളുടെ വാല്യൂ 0 ആണ്, അല്ലെങ്കിൽ ഇയാളുടെ വാല്യൂ 0 ആണ്. ഇയാളുടെ വാല്യൂ 0 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 4 ആണ്, ഇയാളുടെ വാല്യൂ 0 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 1 ആണ്. അതായത് എക്സിന് 1 ഇട്ട് കൊടുത്താലും 4 ഇട്ട് കൊടുത്താലും താഴെ എന്ത് വരും? 0 വരും. അപ്പോൾ അത് രണ്ടും പറ്റുമോ? പറ്റൂല. അപ്പോൾ ഹെൻസ് ദ വാല്യൂ ഓഫ് എക്സ് അല്ലെങ്കിൽ ഡൊമൈന് വിൽ ബി ആൾ നമ്പേഴ്സ് എക്സെപ്റ്റ് 1 and 4. 1ഉം 4ഉം ഒഴിച്ച് ബാക്കിയുള്ള നമ്പർ എല്ലാം എന്തായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും? എക്സിൻ്റെ വാല്യൂ ആയിട്ട് കൊടുക്കാൻ പറ്റും. ദാറ്റ് മീൻസ് ഡൊമൈൻ ആയിട്ട് എടുക്കാൻ പറ്റും. ബാക്കി എല്ലാ നമ്പർ എന്ന് പറഞ്ഞാൽ ആരാണ്? റിയൽ നമ്പറാണ്. അപ്പോൾ 6ൽ നിന്ന് ആരെ ഒഴിവാക്കണം? 1നെയും 4നെയും ഒഴിവാക്കണം. തിരിഞ്ഞിട്ടുണ്ടോ? ഇത് ഇതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കും. എന്ത് മാറ്റം ഉണ്ടാവും? നമ്മളുടെ എന്ത് മാറ്റം ഉണ്ടാവൂടാ? ഇക്വേഷൻ ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. നമ്മളുടെ ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വന്നിട്ടുണ്ടല്ലോ, അത് മാറ്റം ഉണ്ടാവും. ബാക്കിയൊക്കെ സെയിം തന്നെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ f(x) = √9 - x². എടാ മക്കളെ, f(x) ഇതിൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് എന്ത് കിട്ടിയിരിക്കണം? ഒരു റിയൽ നമ്പർ കിട്ടണമല്ലോ. കിട്ടണ്ടേ? റിയൽ നമ്പർ എപ്പോഴേ കിട്ടുള്ളൂ? റൂട്ടിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് ആണെങ്കിലേ റിയൽ നമ്പർ കിട്ടുള്ളൂ. 0യോ പോസിറ്റീവ് ആണെങ്കിലല്ലേ റിയൽ നമ്പർ കിട്ടുള്ളൂ. റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് ആണെങ്കിൽ റിയൽ നമ്പർ കിട്ടുമോ? അതിനെന്താ നമ്മൾ പറയല്? കോംപ്ലക്സ് നമ്പർ എന്നല്ലേ നമ്മൾ പറയാറുള്ളത് അല്ലേ? റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വന്ന അയാളെ നമ്മൾ എന്താ പേര് വിളിക്കലേ? കോംപ്ലക്സ് നമ്പർ എന്നാ പേര് വിളിക്കലേ. അപ്പോൾ ഈ സാധനം എന്തായിരിക്കണം? നെഗറ്റീവ് ആവാൻ പാടില്ല. എന്തിനേക്കാൾ കൂടുതലായിരിക്കണം? 0നേക്കാൾ കൂടുതലായിരിക്കണം. അങ്ങനെയുള്ള എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ദ എക്സ്പ്രഷൻ ഇൻസൈഡ് സ്ക്വയർ റൂട്ട് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 0 or equal to 0. ഓക്കെ ആണല്ലോ. സോ നമ്മൾ നേരെ ഇതിനേക്കാൾ ഇത് 9 - x² എന്ന് പറയുന്നത് 0നേക്കാൾ കൂടുതലായിരിക്കണം. x² അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? x² വലുതോ ഈക്വൽ ആയിരിക്കണം 9 എന്ന് മനസ്സിലായി. സോ നമ്മളിത് നേരെ തിരിച്ച് എഴുതി കൊടുത്തു. x² < or equal to 9 എന്ന് എഴുതി കൊടുത്തു. സാധാരണഗതിയിൽ നമ്മൾ സ്ക്വയറിനെ നേരെ അങ്ങോട്ട് കൊണ്ടുപോകും, നേരെ റൂട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇത് പറയും x < or equal to 3 എന്ന് എഴുതി കൊടുക്കും. അത് തെറ്റാണ്. കാരണം എന്താ? x² അപ്പുറത്ത് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ റൂട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ റൂട്ട് എന്തൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്? ഒന്നെങ്കിൽ 9 എന്ന് പറയുന്ന സ്ക്വയർ 9 കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ നമ്പർ പറ്റും? 3ൻ്റെ സ്ക്വയർ എടുത്താലും നമുക്ക് 9 കിട്ടുക, -3ൻ്റെ സ്ക്വയർ എടുത്താലും നമുക്ക് 9 കിട്ടുക. അപ്പോൾ ഏതൊക്കെ ആൻസർ വരാൻ പറ്റും? x = എന്തൊക്കെ വരാൻ പറ്റും? 3ഉം പറ്റും, -3ഉം പറ്റും. അപ്പോൾ ഈ പറയപ്പെട്ട കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ x² വാല്യൂ 9 9നേക്കാൾ ചെറുതോ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാല്യൂസ് ഏതൊക്കെ പറ്റും? -3 മുതൽ 3 വരെ പറ്റൂലേ? -3ൻ്റെ സ്ക്വയർ എടുത്താൽ 9 അല്ലേ? -2ൻ്റെ സ്ക്വയർ എടുത്താൽ 4 അല്ലേ? 9നേക്കാൾ ചെറുതല്ലേ? -1ൻ്റെ സ്ക്വയർ എടുത്താൽ 1 അല്ലേ? 9നേക്കാൾ ചെറുതാണ്. 0ൻ്റെ സ്ക്വയർ എടുത്താലോ 0 തന്നെ. 1ൻ്റെ സ്ക്വയർ എടുത്താൽ 1, 2ൻ്റെ സ്ക്വയർ എടുത്താൽ 4, 3ൻ്റെ സ്ക്വയർ എടുത്താൽ 9. അപ്പോൾ 9ൻ്റെ താഴെ ആയിരിക്കണം x² എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് ഏതൊക്കെ പറ്റും? 3 മുതൽ 3 വരെ പറ്റും. -3 പറ്റുമോ? പറ്റും. -3 പറ്റുമോ? 3 പറ്റുമോ? പറ്റും. കാരണം < or equal to എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ബ്രാക്കറ്റാണ് ഇട്ട് കൊടുക്കാറുള്ളത്? ക്ലോസ്ഡ്. നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഈ വരണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഡൊമൈൻ, അതായത് എക്സിൻ്റെ വാല്യൂ ആയിട്ട് എന്തൊക്കെ കൊടുക്കാൻ പറ്റും? -3 മുതൽ 3 വരെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ക്ലോസ്ഡ് ഇൻ്റർവെല്ലായിട്ട് നമ്മൾ സാധനം എഴുതി കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അത് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് മുന്നോട്ട് പോയാൽ മതി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? കൺസിഡർ ദ റിലേഷൻ R. ഒരു റിലേഷൻ തന്നിട്ടുണ്ട് 2 1 3 4 4 5. സ്റ്റേറ്റ് വെദർ R ഈസ് എ ഫംഗ്ഷൻ ഓർ നോട്ട്. ഇഫ് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ റൈറ്റ് ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഡൊമൈനും റേഞ്ചും എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അവിടെ മക്കളെ, ഒരു റിലേഷൻ ഫംഗ്ഷൻ ആണ് എന്ന് പറയണമെങ്കിലുള്ള കണ്ടീഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എ റിലേഷൻ ഈസ് എ ഫംഗ്ഷൻ ഇഫ് എവരി എലമെന്റ് ഇൻ ദ ഡൊമൈൻ, അല്ലെങ്കിൽ ഫസ്റ്റ് എലമെന്റ്, അതായത് ഇതിലുള്ള ഈ ഫസ്റ്റത്തെ എലമെന്റ്സിനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയുന്നത്. ഈ ഡൊമൈനിലുള്ള എല്ലാ എലമെന്റ്സും ഈസ് മാപ്ഡ് ടു എക്സാക്ട്ലി 1 യുണീക്ക് എലമെന്റ് ഇൻ ദ റേഞ്ച്. റേഞ്ചിലുള്ള ഒരാളായിട്ടും നിർബന്ധമായിട്ടും മാപ്പ് ചെയ്തിരിക്കണം. ഒരാളായിട്ട് മാത്രമേ മാപ്പിംഗ് പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? 2 1. അപ്പോൾ 2 1ലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട്, 3ൽ നിന്ന് 4ലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട്, 4ൽ നിന്ന് 5ലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നോക്കി ഇങ്ങോട്ട് നോക്കിയേ 2 ന്ന് 4ക്കും കൂടി മാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പരിപാടി പറ്റുമോ? പറ്റൂല. ഓൺലി 1 മാപ്പിംഗ്, ഒറ്റൊന്നേ പറ്റുള്ളൂ. അപ്പോൾ ഡൊമൈനിൽ നിന്ന് റേഞ്ചിക്ക് എത്ര മാപ്പിങ്ങേ പറ്റുള്ളൂ? ഡൊമൈനിൽ നിന്ന് കോഡൊമൈനിലേക്ക് ഒരൊറ്റ മാപ്പിംഗ്, ഒരു എലമെന്റിൽ നിന്ന് മറ്റൊരു എലമെന്റിലേക്ക്, ഒറ്റ എലമെന്റിലേക്ക് മാത്രമേ മാപ്പിംഗ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പേര് വിളിക്കാൻ പറ്റും? ഫംഗ്ഷൻ എന്ന് പേര് വിളിക്കാൻ പറ്റും. 2 ഉണ്ടെങ്കിലോ? പറ്റൂല. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കിയേ, എങ്ങോട്ട് നോക്കിയേ, ഇവിടെ എന്തും കൂടെ വന്നു 2 3 4 5 4 എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ ഫംഗ്ഷൻ എന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? റേഞ്ചിൽ ഇവിടെയും 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്. റേഞ്ചിൽ ഒരു എലമെന്റ് ഒരു പ്രാവശ്യം വരാൻ പാടുള്ളൂ.
ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫംഗ്ഷൻ എന്ന് പേര് വിളിക്കുന്നത്, റിലേഷനെ ഫംഗ്ഷൻ എന്ന് പേര് വിളിക്കുക. എന്നിട്ട് എന്താ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ ആണോ അല്ലേ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എഴുതി കൊടുത്തു, ദ ഫസ്റ്റ് എലമെന്റ് ഹാസ് ഓൺലി വൺ ഇമേജ് ഇൻ ദി സെക്കൻഡ് സെറ്റ്. ഫസ്റ്റ് എലമെന്റിന് സെക്കൻഡ് സെറ്റിൽ ഒറ്റ ഇമേജ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾക്ക് എന്ത് പേര് വിളിക്കാം, പറ. ഈ ആളുകളെ നമ്മൾ ഈ റേഞ്ചിനെ വിളിക്കുന്ന പേരാണ് ഇമേജ്, ഇവരെ ഈ ഡൊമൈനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്രീ ഇമേജ് എന്നൊക്കെ പേര് വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇമേജ് പ്രീ ഇമേജ് എന്നുള്ള പേരും കൂടെ അവിടെ കൂട്ടത്തിൽ ഓർത്ത് വെച്ചോ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇയാളൊരു ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഫംഗ്ഷൻ ആവാനുള്ള കണ്ടീഷൻ പറഞ്ഞു, ഒറ്റ ഇമേജ് ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡൊമൈൻ എന്ന് പറയുന്ന ആരാ, ഈ സൈഡിലുള്ള ആളുകളെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയാം, അങ്ങോട്ട് റിലേഷനുള്ള ആളുകളെ ഡൊമൈൻ എന്ന് പറയും. ഡൊമൈൻ എഴുതി കൊടുത്തു 2 3 4. അപ്പുറത്തെ ഇമേജ് ആയിട്ട് കിടക്കുന്ന ആളുകൾ എത്ര പേരാണോ അവരെ നമ്മൾ ഇമേജ് ആയിട്ടും എഴുതി കൊടുത്തു. ഇമേജിൽ ഇതല്ലാത്ത ആളുകൾ ഉണ്ടായ പ്രശ്നമുണ്ടോ, ഇല്ല, അവരെ നമ്മൾ എന്തായിട്ട് പരിഗണിക്കൂല, ഇമേജ് അല്ലെങ്കിൽ റേഞ്ച് ആയിട്ട് പരിഗണിക്കൂല എന്നുള്ളൂ, കോഡൊമൈൻ ആയിട്ട് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ലെറ്റ് എഫ് സച്ച് ദാറ്റ് കൊടുത്തിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്, രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. എഫ് ഓഫ് എക്സ് എന്താണ്, എക്സ് സ്ക്വയർ ആണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 2x+1 ആണ്. എന്നിട്ട് നമ്മോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, എഫ് പ്ലസ് ജി ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എഫ് പ്ലസ് ജി ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്, എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും കൂട്ടി കൊടുക്കുക, അത്രേ ഉള്ളൂ പരിപാടി. ഇങ്ങോട്ട് നോക്കിയേ, എഫ് പ്ലസ് ജി ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എഫ് ഓഫ് എക്സും അതുപോലെ ജി ഓഫ് എക്സും എന്ത് ചെയ്യുക ആണ് കൂട്ടി കൊടുക്കുക, എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും കൂട്ടി കൊടുക്കുക. ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു സാധനം എഫ് മൈനസ് ജി ഓഫ് എക്സ് ആണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അതെന്താ, എഫ് ഓഫ് എക്സ് എന്ന് എന്ത് മൈനസ് ചെയ്യുക, ജി ഓഫ് എക്സ് ആണ് മൈനസ് ചെയ്ത് കൊടുക്കുക. ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള സാധനം എന്താ, എഫ് ഡോട്ട് ജി ഓഫ് എക്സ് ആണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. എന്താ ചെയ്യേണ്ടത്, എഫ് ഓഫ് എക്സും അതുപോലെ ജി ഓഫ് എക്സും അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് എന്താ, എഫ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ആണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അതെന്താണ്, എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ആണ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എങ്ങനെ ചെയ്യാന്നുള്ളതല്ലേ നമുക്ക് നോക്കാം. എങ്ങനെ ചെയ്യാം, എഫ് ഓഫ് എക്സ് ഉണ്ട്, ജി ഓഫ് എക്സ് ഉണ്ട്. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും കൂട്ടി കൊടുക്കൽ എങ്ങനെയാണ്, നേരെ നോക്കിക്കോ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്, ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x+1 ആണ്. രണ്ടും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇതെന്തെങ്കിലും ചെയ്യാൻ പറ്റും, ഇനി ചെറുതാക്കാൻ പറ്റുമോ, ചെറുതാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെറുതാക്കി കൊടുക്കുക, ഇല്ലെങ്കിലോ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി, ആൻസർ കറക്റ്റാണ്. ഇനി രണ്ടാമത് എന്താ വെച്ച്, എഫ് ഡോട്ട് ജി ഓഫ് എക്സ് രണ്ടുപേരും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് സ്ക്വയറും 2x+1 മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് സ്ക്വയറും 2x മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ, എക്സ് സ്ക്വയറും എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് ക്യൂബ് കിട്ടും. ഈ 2 അതിൻ്റെ കൂട്ടത്തിൽ എഴുതി കൊടുത്തു. പിന്നെ എക്സ് സ്ക്വയറും 1 കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, അങ്ങനെ നമുക്ക് എക്സ് സ്ക്വയർ കിട്ടി. ഇനി ചെറുതാക്കാൻ പറ്റുമോ, പറ്റൂല, അവിടെ വെച്ച് നിർത്താം. ഇനി എഫ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ആണ്. എഫ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ് ഡിവൈഡഡ് ബൈ 2x+1. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, പറ്റൂല, അവിടെ വെച്ച് നിർത്താം. ഇത്രയുള്ള പരിപാടി. ഇത് സിമ്പിളാണ്, ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതി കൊടുക്കാൻ. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഈ തന്നിട്ടുള്ള സാധനത്തിന്റെ ഡൊമൈനും റേഞ്ചും ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ആ ഗ്രാഫിൽ നിന്ന് ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കല്, എക്സിന്റെ വാല്യൂസിനെ നമ്മൾ ഡൊമൈൻ എന്നും വൈൻ്റെ വാല്യൂസിനെ നമ്മൾ എന്താ പേര് വിളിക്കുക, റേഞ്ച് എന്നും പേര് വിളിക്കും. ഇവിടെ എക്സിന് ഏതൊക്കെയാണ് വാല്യൂസ് വരുന്നുണ്ട്, -4 വരുന്നുണ്ടല്ലോ, ഉണ്ട്, -3 ഉണ്ട്, -2 ഉണ്ട്, -1 ഉണ്ട്, 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. വരുന്നുണ്ടോ നോക്കാൻ എന്താ പറയുക, മേലക്കോ താഴേക്കോ ഗ്രാഫ് കിടക്കുന്നുണ്ടോ നോക്കിയാൽ മതി. മേലക്കോ പോയപ്പോൾ ഇവിടെ ഗ്രാഫ് കിടക്കുന്നുണ്ട്, ഇല്ലേ. 3 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്, 5 ഉണ്ടോ, കാരണം എന്താ 5ന്റെ മേലക്കും താഴേക്കും പോയ ആളെ കാണാണ്ടോ, ഇല്ല. അപ്പോൾ ഏത് മുതൽ ഏത് വരെ ഉണ്ട്, -4 മുതൽ 4 വരെ ഉണ്ട്. അപ്പോൾ -4 മുതൽ -4 ഉണ്ടോ, ഉണ്ട്. അപ്പോൾ -4 മുതൽ 4 വരെ എന്നുള്ളത് നമ്മൾ എങ്ങനെ എഴുതി കൊടുക്കുക, ക്ലോസ്ഡ് ബ്രാക്കറ്റിൽ -4 എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കും. സെറ്റ് അല്ലേ, ഇത്രയുള്ള പരിപാടി. ഇനി റേഞ്ച് എന്ന് പറഞ്ഞാൽ ആരുടെ വാല്യൂ, വൈൻ്റെ വാല്യൂ. വൈന് -1 വാല്യൂ വരുന്നുണ്ടോ, ഉണ്ടോ, -1 പറഞ്ഞാൽ താഴെ ഉണ്ടാവുക, താഴെ അങ്ങോട്ടോ പോയിട്ടുണ്ടെങ്കിൽ ഗ്രാഫ് കാണാണ്ടോ, ഇല്ല. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇനി മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ 1 ഉണ്ട്, 2 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഉണ്ടോ, ഇല്ല. അപ്പോൾ ഏത് മുതലാണുള്ളത്, 0 മുതൽ 4 വരെയാണുള്ളത്. അപ്പോൾ നമ്മൾ എഴുതി കൊടുത്തു 0,4 എന്ന് എഴുതി കൊടുത്തു. ബ്രാക്കറ്റ് ഏതാണ്, 0യും 4ഉം ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ഏത് ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു, ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു. ക്ലിയർ ആണല്ലോ. ഇനി ബ്രാക്കറ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇൻഫിനിറ്റി ആണ് ഇടുന്നുണ്ടെങ്കിൽ അവിടെ ഏത് ബ്രാക്കറ്റ് ഇട്ടിരിക്കണം, ഓപ്പൺ ബ്രാക്കറ്റ്. -ഇൻഫിനിറ്റി ആണെങ്കിലും +ഇൻഫിനിറ്റി ആണെങ്കിലും ഈ ബ്രാക്കറ്റ് ആണ് അവിടെ ഇട്ട് കൊടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കിയുള്ളതൊക്കെ നമ്മളുടെ മറ്റേ കണ്ടീഷൻ ആലോചിച്ചാൽ മതി. ലെസ് ആണെങ്കിൽ ഏത് ബ്രാക്കറ്റാണ്, ഈ ബ്രാക്കറ്റാണ്. ഇനി > ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ബ്രാക്കറ്റ് ആയിരിക്കും വരിക. ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേടാ മക്കളെ. സോ നമുക്ക് ചാപ്റ്റർ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇതിൽ കുറച്ച് ചെറിയ എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ആ പോളിനോമിയൽ ഫംഗ്ഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതിൻ്റെ ഡൊമൈനും റേഞ്ചും. അപ്പോൾ ഡിനോമിനേറ്റർ പോളിനോമിയൽ ഫ്രാക്ഷൻ ആണെങ്കിൽ, ഫ്രാക്ഷണൽ ഫംഗ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിൽ എന്ത് വരാൻ പാടില്ല, 0 വരാൻ പാടില്ല. റൂട്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ റൂട്ടിൻ്റെ ഉള്ളിൽ എന്ത് വരാൻ പാടില്ല, 0നേക്കാൾ വലിയ നമ്പർ വന്നിരിക്കണം. 0 വരാൻ പറ്റും, പോസിറ്റീവ് നമ്പറും വരാൻ പറ്റും, നെഗറ്റീവ് നമ്പർ വരാൻ പാടില്ല. ഈ കാര്യങ്ങളൊന്നും ഓർത്തിരുന്നാൽ മതിയാവും. പിന്നെ ഗ്രാഫ് നിന്ന് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഗ്രാഫ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമയം ഉണ്ടെങ്കിൽ മാത്രം അതൊന്ന് പഠിച്ചിട്ട് ക്ലിയർ ആക്കിയിട്ട് പോവുക. സോ നിർത്തുന്നു. താങ്ക് യു.